മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന പെരുമാറുകാരൻ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഒരു പരിപാടിക്ക് വേണ്ടി വിളിച്ചു. പിസാദി ഞാൻ എന്തായിക്കാ ഇപ്പോ ഗൾഫില് പരിപാടിക്കൊക്കെ നീ എന്താ ചോദിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത്ര രൂപ ചോദിക്കുന്നേ. പുള്ളി നീ ചോദിക്കണല്ല കിട്ടണത് പറയാന്ന്. സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്ന് കാലത്ത് പത്രത്തിൽ വന്നു, കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരെ ക്ഷണിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞിട്ട്. കാരണം അതിൽ ഈ ആടുതോമയുടെ കുട്ടിക്കാലം പലതരം കണ്ടുപിടുത്തം, അതിന് വേണ്ടിയിട്ട് എന്തോ ആണ്, നിങ്ങളുടെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ രാജേഷ് എന്ന് പറഞ്ഞ ആൾ ഒരു എലിക്കത്രിക, എലിയെ പിടിക്കാനുള്ളൊരു സാധനം, നൂതനമായൊരു സാധനം കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഒരു മൂർച്ചയുള്ളൊരു ബ്ലേഡുണ്ട്, രണ്ട് സൈഡിലും കുഞ്ഞ് 2 പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവൻ്റെ എലിക്കത്രിക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എലി വന്ന് വീഴാനുള്ള ഒരു സാധ്യതയില്ല, എലിക്ക് എന്ത് കാര്യമുണ്ട്, ഇത് മൈൻഡ് ചെയ്യാണ്ട് പോയാൽ പോരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ? അതാണ് ഇത്. ഞാൻ അവർ വിളിക്കുമ്പോഴേ ഞാൻ എൻ്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങളിതുണ്ടാക്കി അയച്ചു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളെ സിനിമയിൽ എടുക്കും എന്നൊക്കെ പറയും. സംഗതി മൂർച്ചയുള്ള ഇത്ര നീളമുള്ളൊരു ആക്സോ ബ്ലേഡും 2 അറ്റത്ത് കുഞ്ഞു പ്ലേറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് മാത്രം പറഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സയൻസ് എന്താണ്? പുള്ളി പറഞ്ഞു, ഇതൊന്നുമില്ല, നമ്മൾ ഈ 2 പ്ലേറ്റിൽ ഒരറ്റത്ത് തേങ്ങാക്കൊത്തും ഒരറ്റത്ത് ഉണക്കമീനും വെക്കും. അപ്പോൾ രാത്രി എലി ഇങ്ങനെ വന്ന് നോക്കുമ്പം ഇവിടെ തേങ്ങാക്കൊത്ത്, ഇവിടെ മീൻ, ഇതിലേതെടുക്കണം എന്നറിയാൻ വേണ്ടി എലി ഇതെടുക്കണോ 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 ആ ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിച്ചു പോയിട്ട് എലി ചത്തുപോകുന്നു. ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിച്ച് എലി സ്വയം ചത്തുപോകും. അതുപോലൊരു എലിക്കത്രികയാണ്. ഇവന് അയച്ചു കൊടുത്തതല്ലാതെ പിന്നെ ഒരു വിവരവും ഇല്ല. ഇവനെ ആ സിനിമ കാണുന്നതെന്ന് തന്നെ വിലക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ പുള്ളി ഉടനെ അമൃതാഞ്ജനാണല്ലോ മേടിച്ചത് പെടലിവന വന്നപ്പോൾ തൻ്റെ കഥയിൽ. അപ്പോൾ വിക്സ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ പെരട്ടുന്ന സംഭവമാണല്ലോ. വിക്സ് നമ്മൾ പെരട്ടിയിട്ടേ ഉള്ളൂ, മേത്ത് പുരട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം വിക്സ് ഇടക്കാലത്തൊരു കഫ് സിറപ്പ് ഇറക്കി വിക്സിൻ്റെ. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ളൊരു ഇച്ചിരി നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ, അയാൾ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ചോദിച്ചു, 3-4 ദിവസമായിട്ട് ഭയങ്കര ചുമയാ, കഫ് സിറപ്പ് ഏതാ ഉള്ളത്? അപ്പം ഞാൻ ഇതൊരു തുളസി എന്ന് പറഞ്ഞിട്ട് കഫ് സിറപ്പ് ഉണ്ട്, 15 രൂപ. അത് മാറുമോ? പുള്ളി പറഞ്ഞു, വിക്സിൻ്റെ 45 രൂപ എന്ന് പറഞ്ഞു. അതിങ്ങെടുക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുത്തു. എന്നാൽ പുള്ളി ഈ വിക്സിൻ്റെ കഫ് സിറപ്പ് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് മണത്ത് നോക്കിയിട്ട് ഒന്ന് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കാരണം പുള്ളിയുടെ ജീവിതത്തിൽ വിക്സ് പെരട്ടി മാത്രമേ ശീലമുള്ളൂ. വിക്സ് വേറൊന്നും ചെയ്യണം. കഫ് സിറപ്പ് തൊണ്ടയെ മുഴുവൻ തേച്ച് പിടിപ്പിച്ചു. അതുപോലെ ഈ കുടിക്കുന്നവർക്ക്, പുള്ളി കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കുടിക്കുന്നവർക്ക് എല്ലാത്തിനും മദ്യം ചേർത്തൊരു മരുന്നുണ്ടാവും. നല്ല ചുമ, ഒരു സ്മോളിനകത്ത് ഇച്ചിരി കുരുമുളക് ഇട്ടിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ ചുമ മാറും. പനി ഇച്ചിരി ഇഞ്ചും ചുക്കും കൂടെ സ്മോളിൽ ഇട്ടിട്ട് ഇത് എല്ലാത്തിനും അവർ മദ്യം കൂട്ടി മരുന്ന് പറയും. അപ്പോൾ നല്ലൊരു കുടിയനുണ്ട്. ഈ കുടിയൻ വേറൊരാൾ കാലുവേനയായിട്ട് കിടക്കുമ്പോൾ കാണാൻ ചെയ്യുന്നത്, എന്നാ അവർക്ക് പറ്റിയത്? കാലുവേനയാ, ഒരു ഇച്ചിരി ബ്രാൻഡി എടുത്ത് അങ്ങ് തിരുമിയാൽ മതി.